ഹലോ, ഞാൻ ഡോക്ടർ ശാലിനി. ഫുട്ബോൾ ജ്വരത്തോടൊപ്പം കേരളത്തെ ബാധിച്ചിരിക്കുന്ന മറ്റൊരു ജ്വരത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കുട്ടികളിലും മുതിർന്നവരിലും വയറിളക്കം സൃഷ്ടിക്കുന്ന ഷിഗല്ല എന്ന ബാക്ടീരിയയെക്കുറിച്ച്. ഷിഗല്ല പലപ്പോഴും വയറിളക്കം, വയറുവേദന, ഛർദി, മലത്തിലൂടെ രക്തം പോവുക, പിന്നെ ക്ഷീണം തുടങ്ങിയ രോഗലക്ഷണങ്ങളിലൂടെയാണ് കാണപ്പെടുന്നത്. പലരിലും ഇത് മൈൽഡായി പോകാമെങ്കിലും ശ്രദ്ധ കുറഞ്ഞാൽ ഇവ വളരെ കോംപ്ലിക്കേറ്റഡ് ആവാം, പ്രത്യേകിച്ച് കുട്ടികളിൽ. അപ്പോൾ ഇത് പടരുന്നത് കൂടുതലും മലിനമായ വെള്ളം, ഭക്ഷണം എന്നിവയിലൂടെയും രോഗമുള്ളവരുമായി അടുത്ത് ഇടപഴകുന്നതിലൂടെയുമാണ്. അപ്പോൾ ഇത് തടയാനായി നമുക്ക് ചെയ്യാവുന്നത് വ്യക്തി ശുചിത്വം പാലിക്കുക, കൈകൾ ഭക്ഷണത്തിന് മുമ്പ് ഭക്ഷണത്തിന് മുമ്പും ശേഷവും നല്ല വൃത്തിയായി കൈകൾ കഴുകുക, ബാത്റൂം യൂസ് ചെയ്തതിന് ശേഷവും കൈകൾ നല്ല വൃത്തിയായി സോപ്പ് ഉപയോഗിച്ച് കഴുകുക, ഭക്ഷണ സാധനങ്ങൾ വൃത്തിയായി കഴുകി മാത്രം ഉപയോഗിക്കുക, പൂർണ്ണമായി കുക്ക് ചെയ്ത് ഉപയോഗിക്കുക, പഴകിയ ഭക്ഷണ സാധനങ്ങൾ കഴിക്കാതിരിക്കുക, തിളപ്പിച്ച വെള്ളം മാത്രം ഉപയോഗിക്കുക, പച്ചവെള്ളം കുടിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങൾ ചെയ്ത് രോഗം വരുന്നത് തടയാം. എങ്കിലും രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഡോക്ടറെ ഉടനെ സമീപിച്ച് കൃത്യമായ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ലഭിക്കാൻ ശ്രദ്ധിക്കുക. പലരിലും ഇത് മൈൽഡ് ഡിസീസ്, അതായത് വളരെ ലളിതമായി തന്നെ വയറിളക്കവും ഛർദിയും വന്ന് നമ്മളതിനായി സപ്പോർട്ടീവ് കെയർ എന്ന് പറയും, ORS, ശരീരത്തിന് ആവശ്യമായ വെള്ളവും നൽകാൻ സാധിച്ചാൽ അവസാനിക്കുന്ന ഒരു അസുഖമാണ്. പക്ഷേ ചിലവർക്ക് ഇതിൽ ആൻറ്റിബയോട്ടിക് കൊടുക്കുകയും കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കാതിരിക്കുകയും അതുമൂലം നിർജ്ജലീകരണം വരികയും ചെയ്യുമ്പോൾ IV ഫ്ലൂയിഡ്സും ആൻറ്റിബയോട്ടിക്സും എല്ലാം കൊടുക്കേണ്ടി വരികയും ചെയ്യും. സോ രോഗത്തിൻ്റെ ചികിത്സ സ്വന്തമായി തീരുമാനിക്കാതെ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ ഡോക്ടറെ സമീപിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഷിഗല്ലയിൽ പല കോംപ്ലിക്കേഷൻസും സംഭവിക്കാറുണ്ട്. ഫുഡ് കഴിക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ ഭക്ഷണവും ജലവും കുടിക്കാൻ സാധിക്കാത്തതിനാൽ നിർജ്ജലീകരണം, ഡീഹൈഡ്രേഷൻ, സീഷേഴ്സ്, ഫിറ്റ്സ് വരാൻ സാധ്യതയുണ്ട്. ഇതേപോലെ തന്നെ ഹീമോലൈറ്റിക് യൂറീമിക് സിൻഡ്രോം അല്ലെങ്കിൽ റിയാക്റ്റീവ് ആർത്രൈറ്റിസ് തുടങ്ങിയ കോംപ്ലിക്കേഷൻസുമായും ഷിഗല്ല ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഡോക്ടറെ കണ്ട് ശരിയായ രീതിയിലുള്ള ചികിത്സ നൽകുകയാണ് അത്യാവശ്യം. വരാതിരിക്കാനുള്ള പ്രിവെൻറ്റീവ് മെഷേഴ്സും, അതായത് പ്രതിരോധിക്കാനുള്ള മെഷേഴ്സും നിങ്ങൾ എടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്ക് യു.